ഹായ് സ്മിത്ത് സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കരുതുന്നുണ്ടാവില്ലേ ഇതെന്താ ബോട്ടിലൊക്കെ ആയിട്ട് കർക്കിടകമൊക്കെ അല്ലേ വരുന്നത്, ഇനി ഇവള് ബോട്ടിലൊക്കെ എടുത്ത് ആക്കയ്ക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണോ, അതിന് മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തരുവാണോ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? അല്ല ഗൈസ്, ഈ ബോട്ടിൽസ് വെച്ച് നമ്മൾ മോണ്ടിസോറി ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മളെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ ഇതുപോലെ കുറെ വേണ്ടാത്ത ബോട്ടിൽസ്. വേണ്ടാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല, എന്തെങ്കിലും ഒരു ഉപകാരത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നതായിരിക്കും. ഒരു വലിയ ചാക്ക് നിറയെ എന്തായാലും ഉണ്ടാവും. ഇവിടെ ഉണ്ട്, കുറേ ഉണ്ട് കേട്ടോ. അതായത് നമ്മള് എന്താണ് ഇതുപോലത്തെ പീനട്ട് ബട്ടറിന്റെയോ പിന്നെ എന്താണ് നമ്മൾ ഹോർലിക്സ് വാങ്ങിക്കുന്നതിന് അതിന്റെ ഒക്കെ ബോട്ടിലെ നമ്മൾ എടുത്ത് വെച്ചിരിക്കും അടുക്കളയിലേക്ക് ഉപയോഗിക്കാൻ വെച്ചിട്ട്. കുറച്ചൊക്കെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെക്കും. ബാക്കിയുള്ളത് നമ്മൾ ആരൊക്കെ ചോദിച്ചാൽ കൊടുക്കുകയില്ല, എന്നാൽ ഉപയോഗിക്കോ അതുമില്ല. അപ്പൊ നമുക്ക് അതിനൊക്കെ കുറച്ച് ബോട്ടിൽസ് പൊടി തട്ടി ഇങ്ങ് എടുക്കുക ഗൈസ്. പൊടി തട്ടി എടുത്തിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാവേ. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ബോട്ടിൽ ആക്ടിവിറ്റിന്റെ പേര് ബോട്ടിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് എന്നാണ് കേട്ടോ. ബോട്ടിൽ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. പക്ഷെ നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ചെറിയൊരു പണി കൊടുക്കാം. അപ്പൊ കുഞ്ഞുങ്ങൾ കുറച്ചേരം അതിന്റെ മുകളിൽ ഇരിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ബോട്ടിൽസിന്റെ മൂടീസ് ഒക്കെ തുറന്ന് നമ്മൾ വെക്കണം. തുറന്നിട്ട് നമ്മൾ അവിടെ ആയിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയണം, ഇത് കറക്റ്റ് ആയിട്ട് അതാത് മൂടി എടുത്തിട്ട് അതാത് ബോട്ടിലിനെ വെക്കാൻ വേണ്ടി പറയണം. അപ്പൊ കുഞ്ഞുങ്ങൾ ആദ്യം ഒരു ബോട്ടിലിന് വെച്ച് നോക്കും, അത് കറക്റ്റ് ആയാലും അടുത്ത ബോട്ടിലിന് വെച്ച് നോക്കും. അങ്ങനെ എല്ലാ ബോട്ടിലിനും വെച്ച് നോക്കി അവസാനം അതിന്റെ കറക്റ്റ് ബോട്ടിൽ കുഞ്ഞുങ്ങൾ കണ്ടെത്തും. അത് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് കറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്യിപ്പിച്ചിട്ട് മാറ്റിയിട്ട്, ഇതാണ് ആക്ടിവിറ്റി. അങ്ങനെ എല്ലാ ബോട്ടിൽസും നമ്മൾ ക്ലോസ് ചെയ്യിപ്പിച്ച് വെക്കാം. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ നമ്മൾ സാധാരണ പറയുന്ന പോലെ പെൻസിൽ പിടിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ വിരലുകൾക്ക് ആ ഒരു ഗ്രിപ്പ് കിട്ടും. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം സോൾവിങ് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക്. എന്തൊരു പ്രോബ്ലം വന്നാലും അത് സ്വന്തമായി സോൾവ് ചെയ്യാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ പറ്റും. തന്നെ കൊണ്ട് തനിയെ ചെയ്യാൻ പറ്റും. ഞാൻ അത് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് കുട്ടികളിൽ വരും. പിന്നെ മെയിനായിട്ട് കുഞ്ഞുങ്ങളെ കുറച്ചേരം നമുക്ക് എൻഗേജ്ഡ് ആക്കി വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ചെറിയ ബോട്ടിൽസ് എടുക്കുമ്പോൾ നമ്മൾ ഈ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുന്നത് ചെറിയ കുട്ടികളാണ് അല്ലെ. അപ്പം മിക്ക കുട്ടികളും ഈ ബോട്ടിലിന്റെ മൂടിയൊക്കെ എടുത്തിട്ട് വായലെടുത്തിടും. അപ്പം അങ്ങനെ ഇല്ലാതെ നമ്മൾ ശ്രദ്ധിക്കുക. കഴിവതും ഇങ്ങനത്തെ കുഞ്ഞു മക്കൾക്കാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ചെറിയ മൂടിയുള്ള ബോട്ടിൽസ് വെക്കാതെ ഇരിക്കുക. ഇതുപോലത്തെ കുറച്ച് വലിയ ബോട്ടിൽസ് വെക്കുക. അപ്പൊ നമുക്ക് വലിയ ടെൻഷൻ അടിക്കാമല്ല. നമ്മൾ ജോലി ചെയ്തിട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കയ്യിൽ ഇത് കൊടുത്തിട്ട് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പം അവര് അതിൽ എൻഗേജ്ഡ് ആയിരുന്നോളും. അപ്പൊ എങ്ങനെ ഒരു ചെലവും ഇല്ലാതെ വീട്ടിലത്തെ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ആക്ടിവിറ്റി ചെയ്യല്ലേ. അപ്പൊ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നേരത്തെ ചെയ്ത വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിന്റെ കമന്റും, വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നുള്ള കമന്റ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും. അപ്പൊ എല്ലാവരും ആക്ടിവിറ്റി ഒക്കെ ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.